പ്രിയപ്പെട്ടവരെ, SSB എന്ന മുന്നേറ്റം കഴിഞ്ഞ 14 വർഷത്തോളം കാലമായിട്ട് വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രോഗ്രാം, കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നമ്മൾ മിടുക്കരായ കുട്ടികളെ പരിചയപ്പെടുന്നു. ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ചെയ്തു, വിവിധ പ്രോഗ്രാംസ് ചെയ്തു. മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു പ്രോഗ്രാം നമ്മൾ ആദ്യം തുടക്കം കുറിക്കുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. ഈ പ്രോഗ്രാം ഒരു ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. അപ്പോൾ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ വലിയ ഒരു വിസ്മയം നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെല്ലാം യുവതലമുറയുടെ വിസ്മയമാണ്. പക്ഷേ ഈ യുവതലമുറയൊക്കെ മിടുക്കരാണെങ്കിലും പക്ഷെ അവർ ആത്യന്തികമായി നമ്മുടെ സാമൂഹ്യ ബോധത്തെക്കുറിച്ചും നമ്മുടെ പഴമയുടെ മഹിമകളെക്കുറിച്ചും ക്ഷേത്രാരാധന, പള്ളി ആരാധന ഇതിനെക്കുറിച്ചുമൊക്കെ അവരുടെ താല്പര്യം പഴയതിൽ നിന്ന് ഒരുപാട് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം താല്പര്യങ്ങൾ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് പഴമയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ശോഭിച്ച ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. കാരണം ഇങ്ങനെ യുവതലമുറ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും നമുക്കൊരു പിടിയില്ല. നമുക്ക് ജീവിതത്തിൽ പുരോഗതി വേണം, വികസനം വേണം, മോഡേൺ വേണം. പക്ഷേ എങ്കിലും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും ഭംഗം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു യുവതലമുറ ഉണ്ടാകും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് പഴമയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കുറേ വിസ്മയകരമായ വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട SSB പരിചയപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് കൃഷ്ണൻ നായർ സാർ. കൃഷ്ണൻ നായർ സാറ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം 90 വയസ്സോളം അദ്ദേഹത്തിനുണ്ട്. ഈ 90 വയസ്സിനിടയിൽ 89 വയസ്സാണ്. ഇനി ഒന്നും കൂടെ ആകുമ്പോൾ 90 ആവും. 89 വയസ്സിനിടയിലും അദ്ദേഹം നടന്നാണ് പലയിടത്തും യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ മഞ്ഞുമ്മലുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഒരു സപ്താഹം നടന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം എന്നെ എനിക്കിങ്ങനെ ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഒരു 4 ദിവസം ഞാൻ അവിടെ ക്ലാസ്സിന് വന്നിരുന്നു. അങ്ങനെയാണ് ഈ വലിയ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ചേർന്ന ഒരു ഇൻ്റർവ്യൂ, ജസ്റ്റ് ഒരു ചെറിയൊരു സംഭാഷണം സാധ്യമാക്കി തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇനി അദ്ദേഹത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ കൃഷ്ണനാഥ് സാറിനെ ഒന്ന് ചുരുങ്ങിയ വാക്കിനുള്ളിൽ ഒന്ന് പരിചയപ്പെടുത്താം. സാറിനെ കുറിച്ചൊന്ന് പറയുക. ഞാൻ വൈക്കം കുരിശേരമംഗലം ജനിച്ചത് വൈക്കം കുരിശേരമംഗലം. ജോലി ചെയ്തത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്. കല്യാണം കഴിച്ചത് കൂത്താട്ടുകുളം. ഭാര്യ ഇപ്പം ഇല്ല. 1 വർഷവും 7 മാസം ചില്ലറ ദിവസങ്ങളുമായി ആശ്രമത്തിൽ കഴിഞ്ഞ് മരിച്ചു. അത് ആ ശവസംസ്കാരം കൂത്താട്ടുകുളത്ത് അവിടുത്തെ NSSൻ്റെ ആൾക്കാരും നാട്ടുകാരും സ്ഥലം MLA അനൂപ് ജേക്കബ്, മറ്റ് ബന്ധപ്പെട്ട വാർഡ് മെമ്പർ അവരുടെ അധ്യക്ഷതയിൽ നടന്നു. ബന്ധുക്കളും സ്വന്തക്കാരും മക്കളും മരുമക്കളും എല്ലാം ഭംഗിയായി നടത്തി. മക്കൾ 2 പെൺമക്കള്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മറ്റേത് BCom ആണ്. ജോലിയില്ല. കെട്ടിരിക്കുന്ന ആള് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. 2 മണിക്ക് മേൽ അവിടെ ഓഫീസിൽ പോകും. ടാക്സിൻ്റെ കാര്യം നോക്കി. അതിന് ആ മൂത്ത മകൾക്ക് 2 പേര് കുട്ടികൾ. അത് 2നെയും വിവാഹമായി. അത് ഒന്ന് MD ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് പ്രൈവറ്റ് ആശുപത്രി തിങ്കൾ ബുധൻ വെള്ളി പോകും. പിന്നെ കെട്ടിരിക്കുന്ന ആള് അത് അതിൻ്റെ കല്യാണം കെട്ടിരിക്കുന്ന ആളുടെ ഇത് ഈരാറ്റുപേട്ട. അവരിപ്പം പെരുമ്പാവൂർ താമസം. പെരുമ്പാവൂർ വട്ടക്കാട്ട് താമസം. അപ്പോൾ ആശ എന്നാണ് മൂത്ത മോളുടെ പേര്. സുജാത. പിന്നെ മറ്റേ കെട്ടിരിക്കുന്ന പേരക്കുട്ടി, മൂത്ത പേരക്കുട്ടി നീല ജയകുമാർ. അപ്പോൾ അതിനെ കെട്ടിരിക്കുന്നത് ഈരാറ്റുപേട്ട ആണ്. ഞങ്ങൾക്ക് ഇത്തിരി കൂട്ടായിട്ടുള്ള അടുത്ത്. അതിൻ്റെ കല്യാണം 2022 സെപ്റ്റംബർ ആഗസ്റ്റ് 29-ാം തീയതി നടന്നു. ആഗസ്റ്റ് 29-ാം തീയതി. ഞാൻ താമസിക്കുന്ന ഇപ്പോഴത്തെ താമസം ഇത് ഏതാണ്ട് 20 വർഷമായിട്ട്
ഇവിടെ വന്നിട്ട് മഞ്ഞമ്മ 12 വർഷം ആയി. നമ്മുടെ ആസാദ് റോഡിലുള്ള കലൂർ മാതൃഭൂമിയുടെ അടുത്ത് അവിടെ 9 വർഷം. ഇത് മകൾ മരുമകൻ അവരുടെ അപേക്ഷയിൽ വാങ്ങിയ. സാറിന് എൻ്റെ ചോദ്യം, ഈ 89 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കാരണം എന്താണ്? അതിപ്പം ഞാൻ ഓടിച്ചാടി നിറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു ഒരു കാലത്ത്. കൃഷിപ്പണി, നെൽകൃഷി പണി മുതൽ വാഴ, കപ്പ അങ്ങനെയുള്ള പണികൾ ചെയ്യും. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ വന്നാൽ 5 ദിവസം 6 ദിവസം ലീവിന് വന്നാലും പോകുന്ന 10 ദിവസം കഴിയും. പല പണികളൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് പാടത്ത് ഞാറ് വരെ നട്ടിട്ടുണ്ട്. ഒരു 1/2 ഏക്കർ കൃഷിയുണ്ട്. ബാക്കി കലമ്പ് പോവുക. 1 ഏക്കർ 40 സെൻറ്റ് ഞങ്ങൾക്കുണ്ട്. പണിയെടുക്കുമായിരുന്നു. ഭക്ഷണം ഞാൻ പച്ചക്കറിയുടെ ആഹാരം കഴിക്കുള്ളൂ. ഇല്ല, പിന്നെ മീന്, ഇറച്ചി, കുറച്ച് അന്നം, പച്ചക്കറി ആഹാരം കഴിക്കും. ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. ബീഡി വലിക്കില്ല, സൈക്കിൾ ഓട്ടാൻ അറിയില്ല, പിന്നെ മറ്റു വണ്ടികൾ ഒന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുടുംബത്തെ പിള്ളേരെ വളർത്തണം, പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദ്യം, അവസാന ഒരു ചോദ്യമാണ്. ഈ പുതിയ തലമുറയോട്, പുതിയ തലമുറ ജീവിതമൊക്കെ അറിയാമല്ലോ, അപ്പോൾ അവരോട് എന്തോ പറയാനുള്ളത് അവസാനമായി? അവസാനമായിട്ട് അവരോട് പറയേണ്ടത് ഈ വയസ്സിൽ ഇത്രയും ഓർമ്മശക്തിയോട് കൂടി പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഒരു വിവരണം ഇനിയാണ് ഞാനുമായിട്ട് നടത്തി. അല്ല, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യുവതലമുറ അതെന്തായിരിക്കും? അവരും എന്നെ മാതിരി വളരെ അധ്വാനിച്ചും ഓർമ്മശക്തിയും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ഭാവി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ നിന്നൊക്കെ പിള്ളേർ അകലുന്നുണ്ടല്ലോ, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാം. എൻ്റെ ഈ ഇവിടുത്തെ മകളും മരുമകനും അത്യാവശ്യം വരും. അവിടെ ഒരു ദിവസമാണ് വന്നത്, ശനിയാഴ്ച. അത്യാവശ്യം വരും. നമുക്ക് പോയിട്ടുണ്ട് അവരുടെ ജോലിഭാരം അനുസരിച്ച്. ഇവിടുത്തെ മകൾ, ഇളയ മകൾ ഫെഡറൽ ബാങ്കിലാണ്, ആലുവ. അപ്പോൾ അവരുടേതായ പണിക്ക് ഉണ്ട്. മരുമകന് വേണമെങ്കിൽ കത്തിക്കട ആവശ്യം നടത്തുന്നു. വേണമെങ്കിൽ 4 ദിവസം ലീവായാലും പോയില്ലെങ്കിൽ മറ്റു സാധനമാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവരുടെ ജോലിയുടെ സ്വന്തമായൊക്കെ കുട്ടികൾ മാറിയാലും അല്പമെങ്കിലും ആധ്യാത്മികതകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അച്ഛൻ്റെ. നഷ്ടപ്പെട്ടു പോകും, അതിനകന്നു പോകും. പറയാറുണ്ട്. അവിടെ ഒരു ദിവസമാണ് വന്നത്, അന്നദാനത്തിന് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ട് സ്ഥാപനമില്ല, ഉത്സവം. ആ പെരുവുകാരൻ ഒരാൾ വന്നു, ഒരാളല്ല 5-6 പേര് വന്നു. പെരുവിൻ്റെ ആളുടെ ഒരു തുക ഇവിടെ എഴുതി മനുമോഹൻ ഏൽപ്പിച്ചു. ഞാൻ ഇപ്പോൾ ഒരു വർഷവും 6-7 മാസമായിട്ട് കുടുംബകാര്യങ്ങളിൽ എനിക്ക് ബാധ്യതകൾ ഒന്നും ഇല്ല. മക്കൾ ചെയ്യുന്നു. പിന്നെ അന്നൊക്കെ ഞങ്ങൾ 20 വർഷം എന്നല്ലേ കൊട്ടാരത്തോളം ഞാനും എൻ്റെ ഭാര്യയും. ഒരു മാസം ഇവിടെയാണെങ്കിൽ 15 ദിവസം കൂട്ടാത്തോളം. ചിലപ്പോൾ ഒരു മാസം അവിടെയാണെങ്കിൽ 15 ദിവസം ഇവിടെ. അങ്ങനെ പോയി ആശ്രമിച്ചിൽ കിടന്ന് എൻ്റെ ഭാര്യ മരിക്കും. മരിച്ചെങ്കിലും മക്കൾ ആ സ്നേഹം ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. തങ്കമായി ഇവർക്ക് സമയമില്ല, അതേ ഉള്ളൂ. ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഈ പ്രോഗ്രാമിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രിയ കൃഷ്ണൻ നായർ സാറിനോട് നമുക്ക് അല്പസമയം സംസാരിക്കാൻ പറ്റി. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 2-3 കാര്യങ്ങളാണ് അത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അധ്വാനിക്കുന്നവരായിട്ട് യുവതലമുറ തീരണം. വെറുതെ ഇരുന്ന സമയം കണ്ട് അധ്വാനിക്കണം. പിന്നെ ആധ്യാത്മിക രംഗങ്ങളിൽ എത്ര തിരക്ക് പിടിച്ചാൽ അല്പസമയമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കണം. പിന്നെ ജോലി ചെയ്യണം, വിദ്യാഭ്യാസം ചെയ്യണം, നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് ജീവിക്കണം, അല്ലേ?
ആളിന്റെ സംരക്ഷണം വേണം. ഇതൊക്കെ തന്നെയാണ് ഞാൻ അധികം പഠിച്ചിട്ടില്ല. അതെ അതെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പോഴും നല്ല മെമ്മറിയാണ്. എവിടെ വെച്ച് നമ്മളെ കണ്ടാലും അദ്ദേഹം തിരിച്ചറിയും. പിന്നെ എത്ര കിലോമീറ്ററാണ് അദ്ദേഹം നടക്കും. പിന്നെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് ജീവിക്കുന്നു. എല്ലാവരുമായിട്ട് ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും സഹകരിക്കും. അത് വലിയൊരു പോയിന്റ് ആണ്. ഒരു ഇടുങ്ങിയ ജീവിതമാണ്, വിശാലമായ ഒരു ജീവിതമാണ്. പിന്നെ അങ്ങനെ ഉണ്ട്. കൃഷ്ണനാരായണ സാറ് നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഡീസ് ഗോൾഡ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കും.